ഹലോ ഗൈസ്, ഇപ്പൊ സമയം 1:50. നമ്മളിപ്പോ എടുക്കാ പോണത് എഡ്ജ് ഓഫ് ദ വേൾഡ്. നമ്മൾ രാവിലെ രാത്രി പറഞ്ഞ് നമ്മൾ 1:50 നമ്മൾ ഇറങ്ങി ഗൈസ്. ആദ്യം നമ്മൾ ബക്കാലെ പോയി, ആദ്യം നമ്മൾ പമ്പ് പോയി എണ്ണ അടിച്ച് ബക്കാലെ പോയി വെള്ളം അടിച്ച് ഇനി നമ്മൾ നേരെ പോകും. അപ്പൊ ഓക്കെ ബൈ. അജ ഉറങ്ങിയിട്ടില്ലേ? സഫാരി ഒന്നുമല്ല, തന്നെ വായോ വന്നു. പക്ഷെ അത് നമുക്ക് മനസ്സിലായിട്ടോ, കാരണം ഒരു ബന്ധല്ല. മോണിറ്റർ ഒന്നുകൂടെ ഇതാ നമ്മളെ ഇത് ചെയ്യാം. സമയം 3:35 പുലർച്ചെ. രാത്രി പ്രേതങ്ങളുടെ താഴ്വാരയിലേക്ക്. അല്ല, അതിന് 2-3 പ്രേതക്കഥ നമ്മൾ കൊറേ പ്രേതക്കഥ പറയുന്നത് ടൂറൊക്കെ പോയ സമയത്ത്. അയ്യേ, അതെ, അങ്ങനെ നമ്മൾക്ക് ഓഫ് റോഡ് കടന്ന് നമുക്കൊരു കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൂടെ പോവാം. ഏതോ മലയാളികളാ. മലയാളല്ലേ പറഞ്ഞേ? അപ്പൊ മലയാളികളാ. എന്നാലും വയസ്സ് ഇങ്ങനെ ആക്കണ്ടിരുന്നില്ല. അല്ല, അത് നമുക്ക് മൂപ്പർക്ക് ഫീൽ ചെയ്ത് മൂപ്പർക്ക് ഫീൽ ചെയ്ത് എന്താ അറിയോ? മോശല്ലേ മൂപ്പർക്ക് ഫീൽ ഉണ്ടാവും. നമുക്ക് നോട്ടേക്ക് സോറി പറഞ്ഞാലോ? സോറിട്ടോ, നമുക്ക് പോയാലോ? പോണോ അറിയാ, നിങ്ങൾ പോയിക്കോളി. അതൊരു മോശമായി. തുടങ്ങിയിട്ടുള്ള മോളെ 25 കിലോമീറ്റർ ഇങ്ങനെ പോവാണ്ട്. അതും ഇതിലും. ഏയ് ഇതന്നെ തോട് കാണാലോ പാത്തൂനി. അതാണ് മറ്റേ സാധനമാണ്. മഴയിലാണ് മാൻ. നല്ല കട്ടിയുള്ള പേരല്ലേ. കുറച്ച് വെയിറ്റ് എടുത്തോട്ടെ. ആർക്കും അറിയില്ല. പിന്നെ ബുധനാണ് മോനെ. നെപ്റ്റോള് മറ്റേ ഓൺലൈൻ അല്ലേ? നെപ്റ്റ്യൂണും പ്ലൂട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ മാസം ചൊവ്വ അതല്ലടോ, ആകാശത്തുള്ള ചൊവ്വ. 1 മാസം ചൊവ്വാണോ ബുധനാണോ അറിയില്ല. ജൂപ്പിറ്റർ ആണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും കുറെ നേരമായി, വരുന്നില്ല. മെർക്കുറി ഒക്കെ ഫിസിക്സിലുള്ള സംഭവങ്ങളാണ്. അല്ല, മെർക്കുറി ഉണ്ട്. ആസ്ട്രോളജി അറിയില്ലല്ലേ? ഞാൻ മലയാളം മീഡിയം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ, ശനി, ഞായർ. വെള്ളി, തിങ്കൾ, ശനി, ഞായറോ? വെള്ളി, ശനി, ജൂപ്പിറ്റർ. കൈയടിക്കുന്നു സൽമാൻജി. എന്റെ കയ്യിൽ കുട്ടിയാണ് പറയുന്നേ. ശരിയാണല്ലേ, പൊക്കായി സൽമാൻക്കൊക്കെ അറിയാലേ. ഞാൻ നീ പറഞ്ഞു ക്രിപ്റ്റനോ ഇത് ഫുള്ള് മത്സ്യന്മാർക്ക് ജീപ്പാസൊക്കെ വരും. വെസ്റ്റേണൊക്കെ പിന്നെ വിബ്ജിയോടൊക്കെ പറയാന്ന് പറഞ്ഞാല് മരുഭൂമി പറ്റി മറന്നതിനത്. അല്ല പണ്ടില്ലേ ഇൻഡിഗോ പിടിക്കും. ഈ മറ്റേ 80s യുദ്ധം നടന്നപ്പോ
MC. വേണ്ടല്ലേ അല്ലടാ ഇതിന്റെ അപ്പുറത്ത് പുലി ഇറങ്ങുന്ന സ്ഥലല്ലേ പുലി. യെസ്. ഇക്ക നിങ്ങള് വേണേല് ഇതെന്താ ഇതുണ്ടെന്ന് കൊക്കയോ ഒക്കെ ഇവിടെ കൊക്കുണ്ട് അതാണ് നമ്മൾ കാണാൻ പോണേ. കൊക്കാന്ന് പറഞ്ഞെടുത്തിട്ട് വണ്ടി ഓടിക്കാൻ നോക്കി ആടുക്കാൻ മുന്നേ നമ്മള് പോണേ. നോക്കിക്കൊണ്ടിരിക്കുക എപ്പഴാ പഠിച്ചവനെ വീട് ലൈറ്റ് ഉണ്ട് അത് വേറെ നമ്മള് ജയിച്ചു. ഈ ലൈറ്റ് എന്താണ്? ടോർച്ച്, ഫോണ്, എമർജൻസി, ലാപ്ടോപ്പ്. പറയൂ പറയൂ. ബാക്ക് ബാക്ക് ഇതെന്താണ്? വണ്ടിയൊന്നുമല്ല. റിഫ്ലക്ടർ ആണോ കേട്ടോ? പാത്ത് പറയൂ. ടോർച്ച്, സ്ട്രീറ്റ് ലൈറ്റ് ഇതിനകത്ത് ഓട് പക്ഷെ വെള്ളം പറ്റിപ്പോയി. നമ്മള് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് നോക്കും ഇത് രണ്ടാം MC. കള്ളിയും അല്ല അവിടെ കണ്ടോ ഒരു പൊടി. കല്ലിങ്ങോട്ട് മീഡിയ അതല്ല കള്ളി ചോരയാണോ അത്? കണ്ടോ നീ? അതെന്താ അതെന്താ ഒന്ന് സൂം ചെയ്യും പിന്നെ സൂം ചെയ്യും മരത്തിന്റെ ഉള്ളിലെന്തോ ഇല്ലേ മരല്ലടാ ചെങ്ങായി അത്. ഇങ്ങനെ മരം എന്താണ്? ഇരിക്കുന്നുണ്ടോ? മറ്റേ ട്രോമ അടിച്ചതാണ്, പറയാൻ പറ്റില്ല. ട്രോമയോ? മറ്റേ ചെറുതില് എന്തൊക്കെ കണ്ടിട്ട് പേടിച്ച് അമ്മേ. മരത്തിന്റെ ഉള്ളിലെന്തോ ജമിച്ചു ഒന്ന് പോയി ഇറങ്ങി നോക്കിട്ട് വരൂ. അത് എല്ലയോ കായോ ആയിരുന്നു, അതുകൊണ്ട് നമുക്കത് മൈൻഡ് ആകണ്ട. 40 മിനിറ്റ് നമ്മള് പറയുമ്പത്തിന് വീഡിയോ ഓഫ് ആവും. അല്ല പാത്തു പറഞ്ഞ നമ്മള് കല്യാണത്തിനൊക്കെ തേടി പോകൂലേ? എന്താണ് ഇക്ക ചേട്ടില്ല നീ ഇപ്പൊ കേട്ടു അറിയിക്കോ. ഞാൻ പറഞ്ഞ കോമഡി ചിരിക്കാത്തവരോട് അറിയിക്കോ. എന്റെ വണ്ടിയാണ് പണ്ട് നാട്ടിൽ വെച്ചുമ്പോ സ്വന്തം കയറ്റി എനിക്ക് വേണ്ടി സമയല്ലേ മൈക്ക് മനസ്സിലായി. ഏട്ടന്റെ ആളാണ് കേട്ടാ. വെറുതെ പോയി വള്ളി പിടിച്ച് അടി പഠിക്കണ ചങ്ങായി. എന്താണ് അവര് വരാത്ത്? അവരെ മോനല്ലേ മരിച്ചു, അവരെ അച്ഛനല്ലേ മരിച്ചു. കാനഡയിൽ നിന്ന് വരണല്ലോ മറ്റേ അത് പൊളിക്കട്ടെ MC. ഈ സാധനം പിടിച്ചു ബാക്കിൽ ഞാൻ പിടിച്ചു. മാമുക്കോയെ പോയി അടിക്കുന്ന മാതിരി ആദ്യം അടിച്ചിട്ട് എന്താ പ്രശ്നം കൂടി ചോദിക്കാം. അങ്ങനെ വേണ്ട. ഇതന്നായിരിക്കൂലേ ഇല്ല മാപ്പ് എന്താ കാണിക്കണേ? നമ്മള് മേപ്പ് ഇട്ടിക്കണല്ലോ. നമ്മളെ മേപ്പ് എങ്ങട്ടാ? നമ്മക്ക് പോവാ. നല്ല വഴി മാറിയണം. അല്ല ഓരോ വണ്ടി എന്തോ വഴിതല്ല. എന്നാ പോയി പറ വഴി ഇതല്ലാന്ന്. എല്ലാം പറയാൻ വേണ്ടി വന്നത് അവർക്ക്. മാപ്പ് കണ്ടാണിക്കണോ? അന്നല്ല ഓരോരോ വണ്ടി എന്തോ നോക്കാനാണ്. അല്ലല്ല എന്നെ എങ്ങനെ വഴി തെറ്റാതിരിക്കാ? ഒരു മുന്നിൽ കയറിയപ്പോ ഇവിടെ എന്തായിരുന്നു ഡയലോഗ്? ആരൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും എന്തൊക്കെ തോട് മനസ്സിലായില്ല? നമ്മള് ഓപ്പോസിറ്റാ പോണേ. ഇത് എത്രാമത്തെ? അങ്ങോട്ടേക്കല്ലേ പോണ്ടേ? മൂന്നാമത്തെ തോടല്ലേ ഇത്? പക്ഷെ ഈ തോട് നമ്മൾ എങ്ങനെ ഇറങ്ങും? നടന്നിറങ്ങേണ്ടി വരും അല്ലേ? നമ്മള് ഓരോ പിന്നാലെ എടുക്കണ്ട. ഇതിനപ്പൊ കേറി മറ്റേ സാധനം എടുത്തിട്ട് പോരാ. രംശിയുടെ ആകെ ഒരു പ്രതീക്ഷ മുന്നിലുള്ള വണ്ടി ഇപ്പൊ നമ്മളെ സെറ്റ് ആയല്ലോ, ഒരിടത്ത് വല്ലതും ഉണ്ടാകുന്നുള്ളതാണ്. പക്ഷെ വേറെന്താ അറിയോ, ഇത് വലിയ പ്രശ്നം. ഇനി വീടിന്റെ അപ്പുറത്ത് നമ്മള് വണ്ടി വെച്ച് നടക്കുന്ന സ്ഥലമുണ്ട്, അത് കയറി പോകും. നമുക്ക് കയറാൻ പറ്റില്ല. അത് വണ്ടി അവിടെ വെച്ച് നമ്മൾ നടന്നുകൊണ്ട് വരും. നമുക്ക് ഓരോട് പറയാം. സൽമാൻ ഈ സൈഡ് കണ്ടില്ലല്ലോ. മനസ്സിലാക്കി. അല്ല നമ്മളിപ്പോ വലിയ ടീമായി. ഇനിയിപ്പോ എന്താ, നമ്മൾ ഇവരോട് പോകും. യങ്സ്റ്റേഴ്സ് ഇനിയിപ്പോ വണ്ടി ഇവരെ ഫ്രണ്ട് പോയാലോ? അല്ല ഇവര് പിന്നെ പോണേ. അതിന്റെ ഇടയ്ക്ക് ഒരു 5-6 വണ്ടി കണ്ടപ്പോ നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട്. നിറച്ച് വണ്ടിയാണ്. നമ്മള് പിന്നെയും ഗ്യാങ്സ്റ്ററായി. 1 2 3 4 ഇവര് കളിക്കുക, ഇവിടെ ഇട്ട് വട്ടം കറക്കി കളിക്കുക. ചിലപ്പോ നമ്മളത് വഴി തെറ്റി അതല്ല മുന്നില് കാടാണല്ലോ. നമ്മളതല്ല വഴി തെറ്റി, അവര് തെറ്റിട്ട് പിന്നെയും തിരിച്ച് നമ്മളെ വഴിക്ക് വരും. അല്ല അവര് നോക്കാണ്, പുതിയ വഴികൾ അവർ കണ്ടെത്താണ്. ബാക്കത്തെ LC ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും ബെക്കില്ല ഈ കോരങ്ങ് പറപ്പിച്ചു വിട്ടാലോ. ഓരിപ്പോ മുമ്പ് കയറി പോകും.
അല്ല ഓല ആക്ച്വലി പറഞ്ഞോ നീ തോറ്റു മടങ്ങി. നമ്മളെ ടീമിൽ നിന്ന് 2 ആള് തോറ്റു മടങ്ങി. പിൻവലിഞ്ഞിരിക്കുന്നു. മുങ്ങി. ഒരു തിരിച്ചു പോവാണ് ഗൈസ്. ഒരിക്കത് കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല ഗൈസ്. ഫുൾ ഓൺ ഫുൾ പവറോടെ എൻ്റെ അസുലത പോകുന്നു മുന്നോട്ട്. ഏയ് ഗൈസ് ഫൈനലി നമ്മൾ എത്തി ഗൈസ്. എഡ്ജ് ഓഫ് ദ വേൾഡ് എൻ്റെ അസുലു കംപ്ലീറ്റ് ആക്കി. എൻ്റെ കുട്ടി ഫുൾ നടന്ന് കേറി ഗൈസ്. 1 മിസ്സിങ്. തോറ്റ് കീഴടങ്ങി. നല്ല മിസ്സിങ്. കാണണ്ട മുതല് പാത്തു സോളോ ട്രിപ്പ് അടിച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പൊളിച്ച്.